ഹലോ, നമുക്കിന്ന് ഹാഫ് kg വെയിറ്റ് വരുന്ന ഒരു വെൽവെറ്റ് കേക്ക് നോക്കിയാലോ? ഇഷ്ടമുള്ള കളർ നമുക്കിതിൽ ഉപയോഗിക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളറിൽ നമുക്ക് വെൽവെറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം. അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണിത്, അതങ്ങ് മാറ്റി വെക്കാം. ഇനി അരക്കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം മാത്രം ഞാൻ കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. കാരണം ഈ കൊക്കോ പൗഡർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. നമുക്ക് സാധാരണ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള കൊക്കോ പൗഡർ ആയിരുന്നു വേണ്ടുന്നത്. അപ്പോൾ അതെൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ ഇതങ്ങ് എടുത്തു. അതാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കത് 1/2 ടീസ്പൂണോളം തന്നെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ ഞാനിത് ബ്ലാക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് എടുത്തിട്ടുള്ളൂ. അത് നല്ലപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. 2-3 തവണയൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരുന്നിടം വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, 1/2 കപ്പ്, അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്കാക്കി നല്ല ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ നല്ല ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് നോക്കിയിട്ട് വേണം ബാക്കി ഒന്ന് കളർ പോരായ്ക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം 3 ഡ്രോപ്പ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അതിലേക്ക് അത്ര അങ്ങോട്ട് കളർ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3 ഡ്രോപ്പ് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഒന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ മൈദ ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ഒഴിക്കുക. അതിനുശേഷം മൈദ ഇട്ടതിന് ശേഷം പോരായ്ക ഉണ്ടെങ്കിൽ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാൻ മൈദയും കൂടെ ഇട്ട് കൊടുത്തു. അത് കൊടുത്തിട്ട് ഒന്ന് ലോ സ്പീഡിലൊന്ന് നമ്മളൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചില ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ ബേക്കിംഗ് ടിന്ന് ഞാൻ 5 ഇഞ്ചിൻ്റെ സൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടെ ഹൈറ്റ് വരുന്നത് കാരണം ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് പുറത്തേക്ക് ചാടി അതങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. 6 ഇഞ്ചിൻ്റെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിരിക്കും. പക്ഷേ ഇത് കുറച്ച് നമുക്ക് ക്രംസ് ആവശ്യമുണ്ടല്ലോ, നമ്മുടെ വെൽവെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രംസ് ആവശ്യമുള്ളത് കാരണം നമ്മൾ 5 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് പോകുവാനായിട്ട്. ഇനി അതൊന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് 25 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ബേക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം ആറിക്കുക. ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. 25 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ചുകൂടെ നല്ല ഹൈറ്റിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് സേഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ആറിച്ചെടുക്കണം. ആറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് വെൽവെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ച് മാറ്റണം. ഇനി ബാക്കിയുള്ളത് നമുക്ക് 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ കേക്ക് ബോർഡ് എടുക്കാം. കേക്ക് ബോർഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഡിസൈന് കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് അതിന് കുറച്ചുകൂടെ വലിപ്പമുള്ള കേക്ക് ബോർഡ് തന്നെ എടുക്കണം. ഞാനിവിടെ ഇപ്പോൾ 10 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അല്ലെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലുണ്ടാക്കുന്ന കേക്കിന് നമുക്കൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് ആയാലും മതി. ഇതിപ്പോൾ ഞാൻ 10 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് അതിലേക്ക് കേക്ക് ഒന്ന് താഴ്വശത്തേക്കായിട്ട് മാറ്റി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വശത്തേക്ക് മാറ്റി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അതിനുശേഷം ഒന്ന് വെറ്റ് ചെയ്ത് ആദ്യത്തെ ക്രീം ലെയർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മൾ സാധാരണ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ക്രീം ചീസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ക്രീം ചീസൊക്കെ ഉപയോഗിച്ച് ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇതിപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ക്രീം ചീസ് ഒന്നും എടുത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ 3 ലെയറി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഒന്ന് ഫ്രീസറിലേക്ക് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെൽവെറ്റ് തയ്യാറാക്കാനുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടാക്കുക, ഒരു പാത്രത്തിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ആ ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ വെൽവെറ്റ് റെഡിയാണ്. ഇനിയിപ്പം നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്യാം. നടുവിലായിട്ടാണ് ഒന്ന് കട്ട് ചെയ്യുന്നത്. ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വലതുവശത്തിരിക്കുന്ന ആ പീസ് നമുക്ക് മുകളിലേക്ക് മുൻവശത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. കുറച്ച് ആ ലെവലൊന്ന് നോക്കിയതിന് ശേഷം മുൻവശത്തെ ഗ്യാപ്പും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് മുന്നോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ഒന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫൈനൽ കോട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒരു ചെറിയ നീളത്തിനുള്ള ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ആ ലെവലിന് അങ്ങ് നീളത്തിനങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതിന് ചുറ്റും നമ്മൾ ക്രംസ് എല്ലാം ഇട്ട് കൊടുത്ത് വെൽവെറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഭാഗത്ത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച ഭാഗത്ത് ഒന്നല്ലെങ്കിൽ നമുക്ക് പേരെഴുതാനുണ്ടെങ്കിൽ പേരൊക്കെ എഴുതി കൊടുക്കാം, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി കൊടുക്കാം. ഞാനിവിടെ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഒരു ചെറിയ ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2 വശത്തേക്ക് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ക്രംസ് എല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ച് ഒക്കെ ഒന്ന് നമുക്കതൊന്ന് ലെവൽ ചെയ്തൊന്ന് തട്ടിപ്പൊത്തി എന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ക്രംസൊക്കെ അങ്ങോട്ട് ഒരുപാട് അങ്ങ് മൂവ് ചെയ്യാതിരുന്നോളും. അപ്പോൾ നല്ലപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ബട്ടർ പേപ്പർ പതിയെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ആ ഭാഗത്തേക്ക് ക്രംസ് ഒന്നും വീഴാതെ നമുക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതിയെടുക്കാം, ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്കി ക്രംസ് വന്നത് നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുന്നു. താഴേക്ക് വീണ ക്രംസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് താഴത്തെ ഒരു ബോർഡർ പോലെ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ കൂർത്ത വശമില്ലേ, അത് അടിവശത്തേക്ക് 2 വശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ലീഫൊക്കെ വരയ്ക്കുന്ന ഒരു ഡിസൈൻ കിട്ടും. ആ ഡിസൈൻ പതിയെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് വെള്ള കളറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെള്ളയുടെ സൈഡ് വശത്തായിട്ട് കുറച്ച് നീല കളറും കൂടെ ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടെ നടുക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡ് വശങ്ങൾക്കും വെൽവെറ്റ് കിടക്കുന്ന സൈഡ് വശത്തായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞു കേക്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഈ വെൽവെറ്റ് കേക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ആകൃതിയിൽ നല്ലപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വിൽക്കാനാണെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും അതിനകത്ത് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിസൈന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.